ഹായ് എന്തൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു റെസിൻ്റെ കീ ചെയിൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ഒരു കീ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഡേ 1 ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ തുളസി റെസിൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എപ്പോക്സി റെസിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് വലിയ ബോട്ടിൽ റെസിനും ചെറിയ ബോട്ടിൽ ഹാർണറുമാണ് വരുന്നത്. ഓക്കെ, പിന്നെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിനൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കപ്പില്ലേ, ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ 2.5 ml ആണ് ഞാൻ ഹാർണർ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ 5 ml ആണ് റെസിൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യുക, അതുപോലെ തന്നെ മാസ്കും യൂസ് ചെയ്യുക. നമ്മൾ ഇത് മെഷർ ചെയ്തിട്ട് ഒരു കപ്പിലോട്ട് ഒഴിച്ചിട്ട് അത് നല്ല സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഹാർണർ കുറച്ച് ലൂസായിട്ടുള്ള ഇതും റെസിൻ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആട്ടോ. അപ്പോൾ ഇത് നല്ല സ്ലോ ആയിട്ട് ബബിളൊന്നും വരാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ബബിള് റിമൂവ് ആവാൻ വേണ്ടിയിട്ട് ബബിളിൻ്റെ സ്പ്രേയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സർക്കിൾ ഷേപ്പിലാണ് കീ ചെയിൻ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് കുറച്ച് ക്ലിയർ റെസിൻ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ഗോൾഡ് ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടോപ്പിൽ ഞാൻ ഒരു പേൾ പൗഡറാണ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു നമ്മളെ പെയിൻറ്റിൻ്റെ ഒക്കെ ബോട്ടിൽ ക്യാപ്പിൽ അതിലോട്ട് കുറച്ച് റെസിൻ ഒഴിച്ചിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ റെസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കപ്പിലോട്ടൊക്കെ ഒഴിച്ച് നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെറിയൊരു ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിനകത്തോട്ട് ഒഴിച്ചത്. അപ്പോൾ നമുക്കത് ഒരുപാട് റെസിനൊന്നും വേസ്റ്റേജ് വരില്ല. അപ്പോൾ ഫസ്റ്റ് ലെയർ സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെയും കുറച്ച് ബാലൻസ് റെസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു വേറെ 3 ഷേപ്പിലും കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞാൻ 2 റോസ് പെറ്റൽസ് വെറുതെ വെച്ചു. ഒന്നത്തിനകത്ത് റോസ് കുറച്ച് ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് ഗോൾഡ് ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്താൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വരും. അതാണ് ഇത്. പിന്നെ ബാലൻസ് ഉള്ള റെസിന് ഞാൻ ഇതിൽ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു ഡേ ഫുള്ള് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ എന്തായാലും 24 hours എടുക്കും ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്ര ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയി പൊക്കി നോക്കും, തൊടാനൊക്കെ തോന്നും, പക്ഷെ നമ്മൾ തൊടുകയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെച്ചിട്ട് അടയ്ക്കണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ വന്ന് വീഴും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ഡേ. നമുക്കിനി സെക്കൻഡ് ഡേ ആയിട്ട് കാണാം. ബൈ.